അല്ല ഇതെന്തൊരു ഏർപ്പാടാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായില്ലേ, എന്നിട്ട് ഇപ്പോഴും നീ ഇവിടെയും അവൾ അവിടെയാണ് കിടക്കുന്നത്. പോയി അവിടെ മുറി കിടക്കണം. എന്നിട്ട് എന്തിനാ നിനക്ക് ഒളിഞ്ഞു വെക്കാനല്ലേ? അങ്ങനെ ഇപ്പൊ നീ ഞങ്ങളുടെ സീൻ കാണണ്ട. എന്താടാ തുടങ്ങിയ പിന്നെയും? ഇവനെ നോക്കിയേ, ഇവന്റെ കല്യാണം ശരിക്കുള്ള കല്യാണമായിരുന്നു എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലെങ്കിൽ ആ പെണ്ണിനെ അവിടെ തനിച്ചാക്കിയിട്ട് ഇവൻ ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ? ശരിയാണല്ലോ, നിനക്ക് അവിടെ പോയി സുഖമായിട്ട് കിടന്നൂടാ ഗോപാലകൃഷ്ണ. ഓ, ആ സുഖം ഞാൻ വേണ്ടെന്ന് വെച്ചു. നിങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ദുഃഖിച്ചു കഴിയുമ്പോ ഞാൻ മാത്രം സൂഹിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നീ എന്തിനാണ് ഒരു ത്യാഗം ചെയ്യണേ? എഴുന്നേൽക്കടാ, എടാ ഇങ്ങോട്ട് എഴുന്നേൽക്കാൻ. എഴുന്നേൽക്കടാ. മത്തായി ചേട്ടാ, ഞാനൊന്ന് പറയട്ടെ. തൽക്കാലം ഞങ്ങൾക്ക് കുട്ടികൾ വേണ്ട. 1 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന ഞങ്ങളുടെ തീരുമാനം. എടാ കാട്ടുപോത്തെ, ഇപ്പൊ പോയി കിടന്നാലേ 1 കൊല്ലം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാവുള്ളൂ. അല്ലാണ്ട് നാളെ കാലത്തൊന്നും കുട്ടികളുണ്ടാവില്ല. ബാലകൃഷ്ണ പിടിച്ചേ, പിടിക്ക്. എന്തോ ചെയ്യാൻ പോവുക? സാധനം വീണു. ഓക്കെ, ഇവന് ചിലപ്പോ കുടുംബാസൂത്രണത്തിന് ചിലപ്പോ ഗവൺമെന്റിന് കാശ് വിട്ടുട്ടോ. തെമ്മാരത്തിന് കാണിക്കുന്നത് അതിന് വേണം കേട്ടോ. എന്താ ഇത്? മര്യാദയ്ക്ക് കട്ടിൽ ഇങ്ങോട്ട് കൊണ്ടുവരണോ ഞാൻ അങ്ങോട്ട് വരണോ? ബാലകൃഷ്ണ, ഇത് നല്ല ഐശ്വര്യമുള്ള കട്ടള. എന്റെ അപ്പാപ്പൻ ഇതുമ്മ കിടന്നിട്ട് 3-ാം ദിവസം തട്ടിക്കും. ഇതെന്താ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരുന്നത്? ഇതെന്താണെന്ന്? കട്ടില് കണ്ടൂടെ? അങ്ങ് മാറി കൂട്ടി. ഇതെന്തിനാ ഇവിടെ കൊണ്ടിടുന്നത്? ഇന്നു മുതൽ ഈ കട്ടിലിന്റെ സ്ഥാനം ഇവിടെയാ. ഇവിടെ ഒരു കട്ടിലുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? അത് തന്റെ കട്ടില്. ഇതേ കിടക്കേണ്ട ആൾ ഇപ്പൊ വരും. ആര്? നീ ഇതങ്ങോട്ട് വിരിച്ചേ. ചോദിച്ചത് കേട്ടില്ലേ? ആരെവിടെ വന്ന് കിടക്കാൻ പോകുന്നേന്ന്? ചൂടാവല്ലേ സിസ്റ്ററെ, ഞാനല്ല. പോരെ, നിനക്ക് എന്താ നാണം? ഇന്ന് മുതൽ നിങ്ങൾ 2 അല്ല 1. അയ്യേ, നീ എന്തിനാണ് അവിടെ വട്ടം കറങ്ങി നിൽക്കണേ? നാണമില്ലേ? മത്തായിച്ചേട്ടാ, വാതിൽ അടച്ചുകളല്ലേ? ഓ, അടച്ചു കളഞ്ഞു. മത്തായിച്ചേട്ടാ, പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കല്ലേ? കുറ്റിയൊന്നും ഇട്ടിട്ടില്ലടാ. അയ്യോ, കുറ്റിയിട്ട് കളഞ്ഞു. ഇതാ ചെറിയ കാര്യം മതി, മത്തായിച്ചേട്ടാ ഉടനെ കുറ്റിയിട്ട് കളയും. മത്തായിച്ചേട്ടാ, സോറി ഉണ്ട് കേട്ടോ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാനല്ലല്ലോ, അവരല്ലേ എന്നെ കൊണ്ടുവന്ന് തള്ളിയത്. ഏതായാലും അവരുടെ മനസ്സിലിരിപ്പൊന്നും നടക്കാൻ പോകുന്നില്ല. അയ്യോ, നാണം നാണം നാണം. പകുതി കുടിച്ചിട്ട് ബാക്കി പകുതി ആ കുട്ടിക്ക് കൊടുത്തേക്ക്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നാളെ കാലത്ത് കുടിക്കും. മത്തായിച്ചേട്ടാ, ഓ പിന്നെ അടച്ചു കുറ്റിയിട്ടല്ലോ. ഇത് വലിയ ശല്യമായല്ലോ. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന അവന്മാരുടെ വിചാരം. അതിന് വേറെ ആളെ നോക്കണം. മീര പേടിക്കണ്ട, കട്ടിലി സൗകര്യമായിട്ട് കിടന്നോളൂ. ഞാനിവിടെ അറ്റത്ത് ഒതുങ്ങി കിടന്നോളാം. പോരെ? വേണ്ട, കട്ടിലിന്റെ സാറ് തന്നെ വിസ്തരിച്ച് കിടന്നോളൂ. ഓക്കെ, മീരയ്ക്ക് മീരയെ വിശ്വാസമില്ലെങ്കിൽ വേണ്ട. പക്ഷെ എനിക്ക് എന്നെ നല്ല വിശ്വാസമാണ്. ഇനി മീരയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായാലും ഞാനത് തടയും. ഗുഡ് നൈറ്റ്.
ഗോപാലകൃഷ്ണൻ എന്താണ് ഒച്ച കേട്ടത്? ഫസ്റ്റ് നൈറ്റ് അല്ലേ, അതിന്റെ ആയിരിക്കും മത്തായിച്ചേട്ടാ. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ച ഉണ്ടാവൂ? ഇത് ഫസ്റ്റ് നൈറ്റ് അല്ല, ലാസ്റ്റ് നൈറ്റ് ആണെന്ന് തോന്നുന്നത്. ഞാനങ്ങനെ ഇവിടെ വന്നു? ആരാ എന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് കിടത്തിയത്? നീയാണോ? മതി, അഭിനയിച്ചതും പച്ചപ്പാവൻ ചമഞ്ഞതൊക്കെ. ചതിയനാണ് നീ, കൊടും ചതിയൻ. മീര, ബഹളം ഉണ്ടാക്കരുത് പ്ലീസ്. അപ്പുറത്ത് അവരൊക്കെ ഉണ്ട്. അവരൊക്കെ കേക്കട്ടെ. സത്യം എന്താണെന്ന് അവരറിയട്ടെ. നിങ്ങൾ ചെയ്ത വൃത്തിയുടെകളൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. അതിന് ഞാൻ എന്ത് വൃത്തിയുടെ ചെയ്തെന്നാ? ഉറക്കത്തിൽ അറിയാവുന്ന കെട്ടിപ്പിടിച്ചോ? അപ്പൊ നീ എന്നെ ഉറക്കത്തിൽ കെട്ടിപ്പിടിച്ചോ? അത് ഞാൻ ക്ഷമിച്ചില്ല. അതുപോലെ ഞാനും ഒന്ന് അറിയാണ്ട് ചെയ്തു പോയതാ. അറിയാണ്ടാണല്ലേ? നീ അറിയാണ്ട് ചെയ്തതാണല്ലേ? എന്നെ നീ ശരിക്കും അറിയാണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. എന്തായി കാണിക്കുന്നത്? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, എന്റെ ശരീരത്തിൽ തൊട്ടു പോരുന്നുണ്ട്. തൊടാൻ ഞാൻ സമ്മതിക്കില്ലെന്ന്. എന്നിട്ടും നീ ഇതല്ലേ, ഈ ചരട് എന്റെ കഴുത്തിൽ കെട്ടിയ അധികാരത്തിലല്ലേ നീ എന്നെ തൊട്ടത്? ആ അധികാരം ഞാൻ ഇപ്പൊ തന്നെ അവസാനിപ്പിച്ചേക്കാം. കൈയെടുക്ക്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. പൊട്ടിക്കരുത്. കൈയെടുക്കാനാ പറഞ്ഞത്. പൊട്ടിക്കരുതെന്നാ പറഞ്ഞത്. പൊട്ടിക്കും, പൊട്ടിക്കെന്ന് പറഞ്ഞ നീ എന്നെ തല്ലിയല്ലേ? നിന്നെ തല്ലുകയല്ല, കൊന്നു കുഴിച്ചു മൂടുക വേണ്ടത്. ഇനി ആ താലിയിൽ എങ്ങനെ തൊട്ടാലുണ്ടല്ലോ, കൊന്നുകളയും നിന്നെ ഞാൻ. വേണ്ട, നീ എന്നെ കൊല്ലണ്ട. ഞാൻ ചാവല്ലേ നിനക്ക് വേണ്ടു? ഞാൻ ചത്തോളാം, ഞാൻ തന്നെ ചത്തോളാം. പോ, എവിടെയെങ്കിലും പോയി ചാവ്. കാണിച്ചു തരാം, എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. എന്റെ ശവത്തിന് നിങ്ങളെ കൊണ്ടൊക്കെ ഞാൻ സമാധാനം പറയിക്കും. നോക്കിക്കോ. അവിടെ കിണറ്റിന് നേരെ പോണ്. അയ്യോ, അവള് ചാടും, അവൾ ഉറപ്പായിട്ട് കിണറ്റി ചാടും. മീരേ, മീരേ, മോളെ ഞാൻ പറയണത് കേൾക്കാൻ. ഞാൻ പറഞ്ഞത് കേൾക്കാൻ. മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിൽക്കട്ടെ. പെണ്ണെ മര്യാദ സമയം കേൾക്കാൻ പറ്റില്ലല്ലേ? അയ്യോ മീരേ, ബാലകൃഷ്ണ പൊക്കടാ. ആ പെൺകുട്ടിയുടെ ഭർത്താവാരാ? ദേ ഇവനാ ഗോപാലകൃഷ്ണൻ. ഇരിക്കൂ. ഗോപാലകൃഷ്ണൻ ഭാര്യയുമായിട്ട് സ്ഥിരം വഴക്ക് കൂടാറുണ്ട് അല്ലേ? ഇല്ല, ഇങ്ങനെ ഒരു സംഭവം ഇതാദ്യമായിട്ടാ. അല്ലല്ലോ ഗോപാലകൃഷ്ണ, റോഡിൽ കിടന്ന് നിങ്ങൾ ഒരിക്കൽ വഴക്ക് കൂടിയിട്ടില്ലേ? എന്നിട്ട് ഈ എന്റെ കാറിന്റെ മുമ്പിൽ ചാടി അവൾ ചാകാൻ ശ്രമിച്ചില്ലേ? അതെപ്പോ? അതൊക്കെ ഉണ്ട്, കല്യാണത്തിന് മുമ്പാ. അപ്പൊ അവൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നത് ഇതാദ്യമായിട്ടല്ല. അല്ല, അത് മാത്രമല്ല, ഒരിക്കൽ അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്, അടുപ്പിലാളുന്ന തീ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചപ്പോ തീ ചാടി മരിക്കുന്നത് അവൾക്ക് ഇഷ്ടമെന്ന്. ആ, അത് അവൾ എന്നോടും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് കിണറ്റി ചാടി മരിക്കാൻ ഭയങ്കര കൊതിയാണെന്ന്. അപ്പോ എന്റെ ഊഹം ശരിയാണ്, ഷീ ഈസ് അബ്നോർമൽ. അപ്പോ എന്റെ ഊഹവും ശരിയാണ്, അവൾക്ക് ഭ്രാന്താണല്ലേ? ഭ്രാന്തെന്ന് പറയാൻ പാടില്ല, ഒരു തരം മാനസിക രോഗം, ആത്മഹത്യാ പ്രവണതയുള്ള ഒരു മാനസിക രോഗി. ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ എ സൂയിസൈഡ് മാനിയാക്ക്. മരണം സ്വയം വരിക്കുക, ആ മരണത്തിലൂടെ മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യുക, അതാ അവളുടെ ഉദ്ദേശം. അല്ലെങ്കിൽ അവൾ ഇങ്ങനെ ഒരു കത്തെഴുതി എപ്പോഴും കൂടെ കൊണ്ട് നടക്കേണ്ട കാര്യമില്ലല്ലോ. ഇതെനിക്ക് അവളുടെ കയ്യിൽ നിന്ന് കിട്ടിയതാ. ഇതിലെന്താ എഴുതിയിരിക്കുന്നതെന്ന് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. എന്റെ മരണം അതേത് നിമിഷത്തിലും സംഭവിക്കാം. അങ്ങനെ സംഭവിച്ചാൽ അച്ഛൻ അറിയണം അതൊരു കൊലപാതകമാണെന്ന്. എന്റെ ഭർത്താവാണ് എന്നെ കൊന്നിരിക്കുന്നതെന്ന്. അച്ഛന്റെ മകൾ മീര.
പണ്ടാരത്തിനാടാ ഇവിടെ ഇതിനിങ്ങനെ കൊണ്ട് കിടത്തിരിക്കുന്നത്. എവിടെങ്കിലും കൊണ്ടുപോയി കളയുണ്ടോ ഇതിന്? കളയേ? എവിടെ കൊണ്ട് കളയാൻ? കളയാൻ അവള് പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊന്നും അല്ല, ഇവന്റെ ഭാര്യ. നീ ഇത് അനുഭവിക്കണോടാ, ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും, ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ടവൻ. എന്റെ നായകൻ തട്ടിയെടുക്കാല്ലേ മത്തായിച്ചേട്ടാ ഇവന് ഈ അക്രമം മുഴുവൻ ചെയ്തത്. വഴീനങ്ങാണ്ട് ഒരു ഭ്രാന്തി പെണ്ണിനെയും പിടിച്ചോണ്ട് വന്നിട്ട് എന്റെ അമ്മാവന്റെ മകളാണ്, മുറപ്പെണ്ണാണ്, നിനക്ക് എന്തോ ഒരു അഹങ്കാരം ഉണ്ടായിട്ട് വേണം ആ ഭ്രാന്തി പെണ്ണിന്റെ എഴുതി താലി വരെ കെട്ടില്ലേറാ നീ. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞ അവള് പോവോ? ഒഴിഞ്ഞു പോടാ അവള്. അവൾ അങ്ങനെ ഒന്നും ഒഴിഞ്ഞു പോവില്ല മത്തായിച്ചേട്ടാ, ഇവനെയും കൊണ്ടേ അവള് പോവും. നീ ഇതൊന്നും കേൾക്കണില്ലേ? കേൾക്കാതിരിക്കേണ്ട അവന്റെ ചവിട്ടി പഞ്ഞു വെച്ചേക്ക്. അവനോടല്ല പറഞ്ഞത്, മാതാവിനോടാ. ഓഹോ, മാതാവിനോടും കർത്താവിനോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയാ, അതിനി നമ്മളായിട്ട് തടയാതിരുന്നാ മതി. വിധിയാ? എന്ത് വിധി? ഓടോടുന്നു. എടാ ഗോപാലകൃഷ്ണ, നീ പേടിക്കണ്ട, നീ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്. ബാക്കി കാര്യം ഞാൻ ഏറ്റുന്നു. ഏറ്റല്ലോ. ഒടുക്ക അവൾ എവിടെങ്കിലും ചാടി ചത്തിട്ട് ശവം കൊണ്ട് പോലീസുകാർ വരുമ്പം അതും കൂടെ അങ്ങ് ഏറ്റോണം. എന്റെ മത്തായിച്ചേട്ടാ, ഇവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി പോയില്ലേ? ആ താലി അവളുടെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം അവൾ ഭാര്യയും ഇവൻ അവളുടെ ഭർത്താവുമാ. അവൾക്ക് ഇനി എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം ഇവനാ. അത് നേരാണല്ലോ. അപ്പൊ ഇനി എന്താ ഒരു മാർഗം? ഒറ്റ മാർഗമേ ഉള്ളൂ. ഇവന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവൻ കെട്ടിയ താലി ഇവൻ തന്നെ പൊട്ടിക്കണം. എന്താ അതവന് സംഭവമല്ല. ഇതാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരുടെ വിധിയെ അനുഭവിക്കട്ടെ എന്ന്. എടാ, നീ ഇത് പൊട്ടിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിത് പൊട്ടിച്ച് വലിച്ചെറിയും. പൊട്ടിക്കാന്ന് പറയടാ. എടാ പറയാൻ. എന്ത്? ചെല്ലടാ, ചെന്ന് പൊട്ടിക്കട താലി. പൊട്ടിക്കണോ മത്തായിച്ചേട്ടാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട്. ഇനി എന്തോന്ന് ആലോചിക്കാൻ? നീ അങ്ങോട്ട് ചെന്ന് പൊട്ടിക്ക്. ചെല്ല്. ചെല്ലാൻ. തിരിഞ്ഞു കളഞ്ഞ് പോവാം. പോയി പൊട്ടിരാ.